ഇനി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ 2-3 ദിവസം മുമ്പുള്ളതാണ്. എൻ്റെയും പ്രേംചേട്ടൻ്റെയും 33ാമത്തെ വിവാഹ വാർഷികത്തിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോയി. ശ്രീ പൂർണ്ണത്രയീശ ടെമ്പിൾ തൃപ്പൂണിത്തുറ. അവിടെ വെച്ചിട്ടാണ് 33 വർഷം മുമ്പ് എൻ്റെയും പ്രേംചേട്ടൻ്റെയും കല്യാണം നടന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത് ഈ നടയിൽ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷങ്ങളിലും പറ്റുമ്പോഴൊക്കെ അവിടെ പോയി തൊഴാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് തൊഴാൻ പറ്റി. അപ്പോൾ അമ്പലത്തിൽ ചെന്നു, തൊഴുതു. അവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ പോയി തൊഴുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം അവിടെ വെച്ചാണല്ലോ ഞങ്ങളുടെ ജീവിത യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് തിരിച്ചു പോന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഫങ്ഷനൊന്നുമില്ല, എങ്കിലും മോള് പറഞ്ഞതനുസരിച്ച് ഒരു കേക്കൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്, പിന്നെ കുറച്ച് കുക്കീസ്, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊക്കെ കുക്കീസ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനും തന്നെയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അവൾ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയണില്ല കേട്ടോ. ഇതിൽ പറയാനായിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രധാനമായിട്ടും 33 വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ജീവിതം തുടർന്നുകൊണ്ട് ഇവിടം വരെ എത്തി. ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും വലിയ കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പരസ്പരം മനസ്സിലാക്കി ഇതുവരെ എത്തി. ഇനിയും പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും ഇതുപോലെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി പോയാൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഇതുപോലെ വിജയകരമായി മുന്നോട്ട് പോയി ഇങ്ങനെ എത്തിച്ചേരുള്ളൂ. അതാണ് ഞാൻ ഇതിൽ കൂടെ പറയണത്. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മോളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മൃഗങ്ങളുടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ചിറ്റയുടെ മോളുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടെ ചെറിയ കുട്ടികളുണ്ട്. അവർ കൃഷ്ണാഷ്ടമിക്ക് കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാച്ചക്കുട്ടനെ വൈറലാവണമെന്നും പറഞ്ഞ്. ആ വീഡിയോ അവന് വലിയ ആളല്ലേ, യൂട്യൂബറല്ലേ, എൻ്റെ വീഡിയോ ഇടണമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിരി വന്നു. അവൻ്റെ വിചാരം ഞാൻ വലിയ ആളാണെന്നാണ്. എൻ്റെ വീഡിയോ ആകെ 100 പേരെ കാണുള്ളൂ എന്ന് അവനറിയില്ലല്ലോ പാവം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അവനൊന്ന് വൈറലാവാൻ മോഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. സൂപ്പർ കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി. ആനിവേഴ്സറി അങ്ങനെ ആഘോഷിച്ചു. ചുണ്ടുമേക്കാവും കേക്ക് ഇരുന്നായിരുന്നത്. ആഘോഷിക്കുവാണ് ഞങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ വേണം ഞങ്ങൾ. എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, എങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം. നിങ്ങൾ പോട്ടെ. കേക്കെല്ലാം മുറിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് മോൾക്കാണ് നിർബന്ധം. എനിക്കും ചേട്ടനും അങ്ങനെ പോകണമെന്നൊന്നുമില്ല. അവൾ സമ്മതിക്കില്ല. പിന്നെ മോനും പറയും, അവനിവിടെ ഇല്ലെങ്കിലും അവൻ പറയും, നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചുകൂടെ, എന്തിനാ അങ്ങനെ വെറുതെ കുത്തി വീട്ടിലിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹത്തിനല്ല, അവളുടെയും അവൻ്റെയും ഒക്കെ ആഗ്രഹത്തിന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയി. അരോമ കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് പോയത്. ആ ഹോട്ടൽ ഒരു റെസ്റ്റോറൻ്റാണത്. ഞങ്ങൾ നേരത്തെ അവിടെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അന്ന് മോനും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. അന്ന് മോനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അവനില്ല. ആ ഒരു സങ്കടം എപ്പോഴും ഉണ്ട്, അവൻ കൂടെ ഇല്ലാത്തത്. കുറേ നാളുകളായിട്ട് ഒരു പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കൊന്നും അവൻ കൂടെ ഉണ്ടാവാറില്ല. പിന്നെ മോളുടെ എൻഗേജ്മെൻറ്റിനാണ് അവൻ കൂടെ ഉണ്ടായത്. അങ്ങനെ മിക്കതിനും അവൻ കൂടെ ഉണ്ടാവാറില്ല. പിന്നെ ഈ ഹോട്ടലിലെ ഫുഡ് പറയുകയാണെങ്കിൽ, ഹോട്ടൽ എന്ന് വെച്ചാൽ റെസ്റ്റോറൻ്റാണ്, ചെറുത്, ഒരു അത്ര വലുതൊന്നുമല്ല, ചെറുതാണ്. നല്ല ഫുഡാണ് കേട്ടോ. പക്ഷേ വളരെ വളരെ നല്ല ഫുഡ്. അവരുടെ സർവീസൊക്കെ വളരെ നല്ലതാണ്. നമ്മളോട് വളരെ നന്നായിട്ടാണ് അവരുടെ പെരുമാറ്റം. ആദ്യം പോയപ്പോൾ ഞാനും മോനും മോളും പ്രേംചേട്ടനോട് ഒരു പ്രാവശ്യം നേരത്തെ പോയി എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അവൻ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അന്നത്തെയും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഫുഡൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം കഴിച്ചത്. എനിക്ക് ഫുഡ് കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഇവരൊക്കെ എന്നെ ചീത്ത പറയും, കഴിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കണത്. എനിക്ക് ഫുഡിനോട് അത്രയ്ക്കൊരു പുറത്ത് പോയി അങ്ങനെ കഴിക്കണം പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അങ്ങനെ ഇല്ല. പിന്നെ ഇവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ പോയി കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ 33ാമത്തെ വിവാഹ വാർഷികം ഒരുവിധം, മോനൊന്നും ഇല്ലെങ്കിലും ഒരുവിധം സന്തോഷമായിട്ട് ആഘോഷിച്ചു. അവൻ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഫോട്ടോസും അവൻ അയച്ചു കൊടുക്കും, അത് കണ്ടവൻ സന്തോഷിക്കും. ഇനി ഞങ്ങളുടെ ആഘോഷം ഞങ്ങളുടെ കല്യാണമാണ്. ആ സമയമാകുമ്പോഴേക്കും മോനുമൊക്കെ എത്തും. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് കുറച്ച് തുണികളൊക്കെ വാങ്ങാൻ, ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.